നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 25 ഉയരുകയാണ്. ഹിസ്ബുള്ളയുടെ അവസാനം എത്തിയെന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കണ്ട് പേടിക്കുന്ന തരത്തിലുള്ള അത്ര വലിയ വ്യോമാക്രമണവും തന്നെയാണ് ഇസ്രായേൽ നടത്തിയത്. സിറിയയെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ആ വ്യോമാക്രമണത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയത് എന്ന അതിന്റെ രീതി കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ഹിസ്ബുള്ളയ്ക്ക് ആയുധം കൈമാറുന്ന കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന ഇസ്രായേൽ ആരോപണം ഇറാൻ തള്ളുകയായിരുന്നു. എന്നാൽ അത് തന്നെയാണ് സംഭവിച്ചത് എന്നാണ് ഇസ്രായേൽ വിലയിരുത്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനെ പൂർണ്ണമായും നിരീക്ഷിച്ചു വരികയായിരുന്നു ഇസ്രായേൽ. ഹിസ്ബുള്ളയെ ആവശ്യവും അനാവശ്യവുമായി സഹായിക്കുകയും അതിലേറെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ ആയുധങ്ങൾ അടക്കമുള്ളവ നൽകിക്കൊണ്ടാണ് ഇറാൻ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ എന്ത് വില കൊടുത്തും ഇല്ലാതെയാക്കുക എന്നത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇത്തരം ഈ ഒരു യുദ്ധം അതിനൊരു അന്ത്യമില്ലാതെയാകും. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് അടിക്കാനായി ഇസ്രായേൽ തീരുമാനിച്ചത്. ബൈഡന്റെ നേതൃത്വത്തിൽ ഗാസയിലെയും മേഖലയിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തി അമേരിക്കൻ ദേശീയ സുരക്ഷാ സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. സിറിയയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 25 ആയിരിക്കുകയാണ്. 52-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. മധ്യ സിറിയയിൽ ഹമാ പ്രവിശ്യയിലെ മസിയാഫ് മേഖലയിലാണ് ആക്രമണം നടന്നത്. തീരനഗരമായ താർത്തൂസിനടുത്തും ആക്രമണം ഉണ്ടായി. സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടവരിലേറെയും. ലബനനിലെ ഹിസ്ബുള്ളയ്ക്ക് ആയുധ വിതരണം നടക്കുന്ന കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് എന്ന വാദം ഇറാനും സിറിയയും നിഷേധിച്ചു. തെഹ്റാൻ പിന്തുണയുള്ള കേന്ദ്രം തകർത്തുവെന്ന ഇസ്രായേൽ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ ഖനാനി പറയുന്നു. അതേസമയം അവർ തള്ളിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറാൻ വക്താക്കൾ പൂർണ്ണമായി അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ സത്യാവസ്ഥയുണ്ടെന്നാണ് മറ്റ് ലോകരാജ്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. കാരണം ഇസ്രായേൽ ഈ തെഹ്റാനെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് വളരെ വലിയ കാര്യം തന്നെയാണ്. മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ വളരെ നാണക്കേടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ അത്തരമൊരു അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ അത്തരം സംഭവ വികാസങ്ങൾ നടന്നാലും സമ്മതിക്കാൻ ഇത്രയും മടി കാണിക്കുന്നതാണ് വ്യക്തമാകുന്നത്. സിറിയക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ ഒമാൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളും അപലപിച്ചിട്ടുണ്ട്. ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിന് അറുതി വരുത്താൻ അറബ് മുസ്ലിം ലോകം കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന് ഈ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇത് തുർക്കിക്കുള്ള ഒരു അന്ത്യ മണിയാണെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. വെടിനിർത്തൽ ചർച്ച നിലച്ചിരിക്കെ ഗാസയിൽ സ്വീകരിക്കേണ്ട തുടർ നീക്കങ്ങളും മേഖലയിലെ പ്രതിസന്ധിയും ബൈഡൻ ഭരണകൂടം ചർച്ച ചെയ്തതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലാണ് ചർച്ച നടന്നത്. ഹമാസ് പിടിയിലുള്ള 6 അമേരിക്കൻ ബന്ദികളുടെ മോചനത്തിന് മധ്യസ്ഥ രാജ്യങ്ങളുമായി ബൈഡൻ പ്രത്യേക ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ 33 പേരാണ് കൊല്ലപ്പെട്ടത്. വടക്കൻ ഗാസയിൽ UN വാഹന വ്യൂഹം ഇസ്രായേൽ സേന തടയുകയുണ്ടായി. ഫലസ്തീൻ പോരാളികളുടെ സാന്നിധ്യം മുൻനിർത്തിയാണ് നടപടിയെന്ന ഇസ്രായേൽ വാദം UN തള്ളിയിരുന്നു. അതിനിടെ പുതിയ അധ്യയന വർഷത്തിലും പഠനം നിഷേധിക്കപ്പെട്ട സ്ഥിതിയിലാണ് വിദ്യാർത്ഥികൾ. 6 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്കാണ് 2ാം വർഷവും അക്ഷരങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. അതിൽ വലിയ പ്രതിഷേധമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇസ്രായേൽ എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്നത്. അതിനാൽ തന്നെയാണ് ഇറാനെ അടിക്കാനായി ആദ്യം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇറാൻ ഏകദേശം അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇറാനുള്ളത് തുർക്കിക്ക് കൂടെയുള്ള മുന്നറിയിപ്പാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ കാര്യങ്ങൾ നീക്കുന്നത്.